പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല സുപ്രധാനമായ തീരുമാനങ്ങളും എടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം വ്യക്തിത്വം തന്നെയാണ് അതിന് നിദാനമാകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അയൽരാജ്യത്തോട് പ്രധാനമന്ത്രി കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അത് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തന്നെയായിരിക്കും. സൈന്യത്തിന് പൂർണ്ണ സുസജ്ജമായി പോകാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹം ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം റഷ്യയോടൊരു സമീപനമെടുത്തിരിക്കുന്നു. വിക്ടറി ഡേ പരേഡിൽ റഷ്യയിലേക്ക് പോകാനുള്ള സന്നദ്ധത ഇല്ല എന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. രാജ്നാഥ് സിംഗ് ആണ് പകരം പങ്കെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം പല തീരുമാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുകയാണ്. പ്രത്യേകിച്ച് അയൽ രാജ്യമായ പാകിസ്ഥാനുമായുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ റഷ്യ സന്ദർശനം അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. മെയ് 8-ന് വിക്ടറി ഡേ പരേഡിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയെ റഷ്യ ക്ഷണിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് പ്രധാനമന്ത്രി റഷ്യ സന്ദർശനം മാറ്റുന്നതെന്നാണ് വിവരം. അതേസമയം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിലെത്തുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെത്തുകയാണ്. പ്രധാനമന്ത്രി മോദി പങ്കെടുക്കില്ലെങ്കിലും മറ്റൊരു നയതന്ത്ര പ്രതിനിധി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രിക്ക് പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി എടുക്കുന്ന ഈ തീരുമാനം മറ്റ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിക്ക് എല്ലാ രാജ്യങ്ങളുമായും വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതു മുതൽ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം വിജയിച്ചു. പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇങ്ങനെ ലോകരാജ്യങ്ങൾ കറങ്ങി നടക്കുന്നുവെന്നാണ്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയോടെടുക്കുന്ന നിലപാടുകൾ നമ്മൾ പലതവണയും കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒപ്പം അദ്ദേഹം വളരെ ഊഷ്മളമായി അവരുടെ ഭരണാധികാരികളുമായും ഒക്കെ പങ്കെടുക്കുന്നത് മറ്റ് രാജ്യത്തെ ഭരണാധികാരികൾ പോലും അസൂയയോടെ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ വിജയത്തിൻ്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലേക്കാണ് മോദിയെ റഷ്യ ക്ഷണിച്ചിരുന്നത്. ഈ വർഷത്തെ വിക്ടറി ഡേ പരേഡിൽ പങ്കെടുക്കാൻ നിരവധി സൗഹൃദ രാജ്യങ്ങളുടെ നേതാക്കളെയും റഷ്യ ക്ഷണിച്ചിട്ടുണ്ട്. 1945 ജനുവരിയിലാണ് സോവിയറ്റ് സൈന്യം ജർമ്മനിക്കെതിരെ ആക്രമണം ആരംഭിക്കുന്നത്. മെയ് 9-ന് ജർമ്മനി ആക്ട് ഓഫ് അൺകണ്ടീഷണൽ സറണ്ടറിൽ ഒപ്പുവെച്ചതോടെയാണ് യുദ്ധത്തിന് ഔദ്യോഗിക വിരാമമായത്. 2024 ജൂലൈയിൽ നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഇന്ത്യ സന്ദർശിക്കാനും മോദി ക്ഷണിച്ചിരുന്നു. അത്രയധികം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതേ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അവസാനം സൗദി സന്ദർശനത്തിന് പോലും ആ സൗദി രാജ്യം അദ്ദേഹത്തിന് നൽകിയ ആദരവ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിമാനം അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മറ്റു വിമാനങ്ങൾ വന്ന് അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ ഓരോരുത്തരും കണ്ടു. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ അദ്ദേഹം അവിടേക്ക് കടക്കുമ്പോൾ തന്നെ മറ്റു വിമാനങ്ങൾ അകമ്പടിയോടെ എത്തുന്ന വളരെ മനോഹരമായ, വളരെ സൗഹാർദ്ദപരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, ഇതൊക്കെ മാതൃകാപരമായ തീരുമാനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, അമിത്ഷായൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. ചാണക്യ തന്ത്രജ്ഞനാണെങ്കിൽ പോലും അദ്ദേഹം എടുത്തുചാടിയുള്ള പല തീരുമാനങ്ങളായിരിക്കാം. അത് ചിലപ്പോൾ വലിയ സംഘർഷങ്ങൾക്ക് മറ്റും കാരണമാകും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം കൃത്യമായ രീതിയിൽ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ഒക്കെ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കും. നമുക്കറിയാം, ഇത്രയും വലിയ തിരക്ക് ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. അതുമാത്രമല്ല, വളരെ കുറച്ച് സമയമാണ് വിശ്രമിക്കുന്നത്. നമുക്കറിയാം, കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലൊക്കെ വന്ന് ധ്യാനത്തിനിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം യോഗ, എക്സസൈസ്, ഇതൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനശക്തിയും മറ്റ് രാജ്യങ്ങളോടുള്ള സമീപനം, ആളുകളോട് ഇടപഴകാനുള്ള രീതികൾ, ഇതൊക്കെ എപ്പോഴും മാതൃകാപരമാണ്. അത് പ്രധാനമന്ത്രി നമുക്ക് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും അദ്ദേഹം ഈ 3-ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ പോലും അദ്ദേഹം ഓരോ കാര്യങ്ങളിലെടുക്കുന്ന നിലപാടുകൾ, വളരെ സംയമനത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ, പാർലമെൻറ്റിലെടുക്കുന്ന നിലപാടുകൾ, രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധങ്ങൾ, അത്തരത്തിലൊക്കെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വെച്ച് അദ്ദേഹത്തെ വന്ന് ആലിംഗനം ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോകളിലൂടെ കണ്ടതാണ്. പക്ഷേ
അദ്ദേഹം അതിനെയെല്ലാം ആ ഒരു തന്മയത്വത്തോടെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ഈ പ്രശ്നത്തിൽ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ എടുക്കുകയാണ്. കാരണം ആദ്യം ഈ ജലം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് അവർക്ക് എത്തുന്നു. അതിനുശേഷം അവശ്യ വസ്തുക്കൾ പോലും കിട്ടുന്നില്ല, പഞ്ചസാര ലഭിക്കുന്നില്ല, മരുന്നുകൾ ലഭിക്കുന്നില്ല. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്നു. ഇത്തരത്തിൽ വലിയൊരു 28 പേരുടെ ജീവൻ ഹോമിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ഇത്തരത്തിൽ ഭീകരാക്രമണത്തിലൂടെ നിരപരാധികളായ, കേരളത്തിലുള്ള ഒരാൾ ഉൾപ്പെടെ നിരപരാധികളായ ആളുകൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. അപ്പോൾ അത് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി പല തീരുമാനങ്ങളും എടുക്കുന്നത്. ആദ്യം ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സൈന്യത്തെ പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ട് അവർക്ക് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട് സൈന്യത്തിന് ഫുൾ ഫ്ലഡ്ജോടുകൂടി ചെയ്യാനുള്ള എല്ലാ അനുമതികളും നൽകിക്കൊണ്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ കര, നാവിക, വ്യോമസേന മേധാവികളുമായും ഒക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തി. അതിനുശേഷം പ്രതിരോധ മന്ത്രിയുമായും ഒക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തിയ ശേഷം ക്യാബിനറ്റിൽ ഈ തീരുമാനമെടുത്ത് അത് അംഗീകരിച്ച് ആ രീതിയിൽ ആർജവത്തോടെ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയെ തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. കാരണം ഇത്തരം അവസരങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ, മറ്റു രാജ്യങ്ങളോടുള്ള സമീപനം, മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹാർദ്ദപരമായ കാര്യങ്ങൾ, മറ്റു രാജ്യങ്ങളുമായി അദ്ദേഹം പുലർത്തുന്ന ആ ഒരു സൗഹൃദം, ഇതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ പോലും അസൂയയോടെ നോക്കി നിൽക്കുകയാണ്. നമുക്കറിയാം ഇസ്ലാം രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, ഇപ്പോൾ സൗദിയിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, ദുബായിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഇവിടെ ഓരോരുത്തർ അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹം വർഗീയവാദി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ മറ്റ് എല്ലാ രാജ്യങ്ങളുമായും എല്ലാ ജനവിഭാഗങ്ങളുമായും എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ആ സമീപനം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ഓരോരുത്തരും മാതൃകയാക്കേണ്ടത്. ഇപ്പോൾ റഷ്യൻ സന്ദർശനം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.